നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച ഡൽഹിയിലെ റാലിക്കിടെ പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തടസ്സപ്പെട്ടിരുന്നു. പ്രസംഗം തടസ്സപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ ടെലിപ്രോംപ്റ്ററിന് തകരാറ് സംഭവിച്ചതിനാലാണ് എന്ന ആരോപണവുമായി ആം ആദ്മി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി ടെലിപ്രോംപ്റ്ററിന്റെ സഹായത്തോടെയാണ് പ്രസംഗിക്കുന്നത് എന്ന ആരോപണം ആം ആദ്മി പാർട്ടി നിരവധി തവണ ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ ആരോപണം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ രോഹിണിയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിലായിരുന്നു സംഭവമുണ്ടായത്. പ്രസംഗത്തിനിടെ പ്രോംപ്റ്റർ പ്രവർത്തനരഹിതമായി. ഇതോടെ മിനിറ്റുകളോളം പ്രസംഗം തടസ്സപ്പെട്ടു. സാങ്കേതിക തടസ്സം നീക്കുന്നതുവരെ പോഡിയത്തിന് മുന്നിൽ നിശബ്ദനായി പ്രധാനമന്ത്രി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഈ സംഭവത്തിൽ വിമർശനവുമായി പ്രതിപക്ഷം, ആക്ഷേപവും പരിഹാസവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. ബിജെപിയെ പോലെ മോദിജിയുടെ ടെലിപ്രോംപ്റ്ററും ഡൽഹിയിൽ പണിമുടക്കിയെന്ന് ആം ആദ്മി പാർട്ടി എക്സിൽ കുറിച്ചു. നിസ്സഹായനായ പ്രധാനമന്ത്രി പാതിയിൽ ടെലിപ്രോംപ്റ്റർ നിലച്ചു. അതോടെ ഒരു വാക്കുപോലും ഉരുവിടാനാകാതെ നിൽക്കുന്നു അദ്ദേഹം. മോദിയാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ ടെലിപ്രോംപ്റ്റർ ഓപ്പറേറ്ററുടെയും പ്രസംഗം തയ്യാറാക്കി കൊടുത്തയാളുടെയും നിയന്ത്രണത്തിലാണ് മോദി ജീവിക്കുന്നതെന്നാണ് കോൺഗ്രസ് കേരള പരിഹസിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നതെല്ലാം കള്ളമാണ്. ടെലിപ്രോംപ്റ്റിന്റെ സഹായത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ സ്ഥിതിയും അതുതന്നെ എന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ മുൻ രാജ്യസഭാ എംപിയും റിട്ടയർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുമായ ജവഹർ സർക്കാരിന്റെ പ്രതികരണം. ടെലിപ്രോംപ്റ്റർ പണിമുടക്കിയാൽ മഹാനായ പ്രഭാഷകന്റെ സ്ഥിതി എന്ന അടിക്കുറിപ്പോടെയാണ് മാധ്യമപ്രവർത്തകൻ രവി നായർ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചുകൊണ്ട് പങ്കുവച്ചത്. എന്തായാലും ഈ നടന്ന പരിപാടിയിൽ ആം ആദ്മി പാർട്ടി ലക്ഷ്യമിട്ടുള്ള വിമർശനമായിരുന്നു പ്രധാനമന്ത്രി ഉന്നയിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് ഒരു ദുരന്തത്തിനാണ് എന്ന് മോദി വിമർശിച്ചു. ബിജെപി അധികാരത്തിലെത്തിയാൽ ഡൽഹിയുടെ സ്ഥിതി മാറുമെന്നും ഈ ദുരന്തം ഡൽഹിയിൽ നിന്ന് മാറിയാലേ ഡൽഹിയിൽ ഇരട്ട എഞ്ചിൻ വികസനം വരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബിജെപി വിജയിച്ചാൽ ഒരു ക്ഷേമ പദ്ധതി നിർത്തലാക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. വൻ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത്. ഡൽഹി ഗാസിയാബാദ് മീറത്ത് നമോ ഭാരത് കോറിഡോറിൽ സാഹിബാബാദിനും ന്യൂ അശോക് നഗറിനുമിടയിലുള്ള 13 കിലോമീറ്റർ പാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സാഹിബാബാദ് RRTS മുതൽ അശോക് നഗർ RRTS വരെ നമോ ഭാരത് ട്രെയിനിൽ മോദി സഞ്ചരിച്ചു. യാത്രക്കാരുമായി അദ്ദേഹം സംസാരിച്ചു. ഏകദേശം 4600 കോടി രൂപയാണ് ഡൽഹി ഗാസിയാബാദ് മീറത്ത് നമോ മെട്രോ ഇടനാഴിക്ക് വേണ്ടി ചെലവിടുന്നത്. ഡൽഹി മെട്രോയുടെ 4ാം ഘട്ടവും മോദി നാടിന് സമർപ്പിച്ചു. ജനക്പൂരിക്കും കൃഷ്ണ പാർക്കിനും ഇടയിലുള്ള 2.8 കിലോമീറ്റർ ദൂരത്തിലുള്ള പാത ഉദ്ഘാടനം ചെയ്തു. 1200 കോടി രൂപ ചെലവിട്ടാണ് ഈ ഭാഗത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതോടൊപ്പം 4ാം ഘട്ടത്തിലെ മറ്റു ഭാഗങ്ങളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.